Hello students, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ചാപ്റ്റർ കർവ് സ്കെച്ചിങ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്. എല്ലാ പ്രാവശ്യവും എസ്സേ ചോദിക്കാറുള്ളതാണ്. ഇതിൽ നിന്ന് എന്തായാലും ഇപ്പോൾ ഒരു ഷുവർ ക്വസ്റ്റൻ ഉണ്ട് കേട്ടോ. എല്ലാവരും ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു വെക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഗ്രാഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് ഗ്രാഫ് പേപ്പറിൽ എക്സ് ആൻഡ് വൈ പോയിന്റ്സ് എടുത്തിട്ട് ഗ്രാഫ് ചെയ്യാനായിട്ട് അറിയാം. അതല്ല, ഇവിടെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ഇൻക്രീസിങ് ഡിക്രീസിങ് നോക്കി, ക്രിട്ടിക്കൽ പോയിന്റ്സ് വെച്ച് നോക്കി, കോൺകേവിറ്റി ചെക്ക് ചെയ്ത്, അസിംപ്റ്റോട്ട്സിനെ ചെക്ക് ചെയ്ത്, അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ നോക്കിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഈ ഫംഗ്ഷനെ ഗ്രാഫ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ യൂണിഫോം ആയിട്ട് ഷേപ്പ് വരുന്നതായിരിക്കില്ല, ഓരോ ഏരിയയിലും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പുകളായിരിക്കും അതിന്. അങ്ങനെ എങ്ങനെ ഏത് ഫംഗ്ഷൻ്റെ ആയാലും അങ്ങനത്തെ ഒരു ഗ്രാഫിനെ അതിൻ്റെ ഗ്രാഫിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനൊരു അൽഗോരിതമായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് പോയാൽ മതി, എളുപ്പമാണ്. ഈ പ്രോബ്ലത്തിൻ്റെ പകുതി വരെ ചെയ്താലും നിങ്ങൾക്ക് ആ പകുതി മാർക്കൊക്കെ കിട്ടും. എസ്സേ ക്വസ്റ്റൻ ആയിട്ടാണ് മിക്കവാറും ചോദിക്കാറ്. അപ്പോൾ എല്ലാവരും ഇത് അറ്റംപ്റ്റ് ചെയ്യണം, ഇത് പഠിക്കുകയും വേണം കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഓരോ സ്റ്റെപ്പും. ഫസ്റ്റ് സ്റ്റെപ്പ്, ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ഡൊമൈൻ തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ചില കേസുകളിൽ നമ്മളത് ഫൈൻഡ് ചെയ്തതായിട്ട് വരും. അത്രയേ ഉള്ളൂ. സ്റ്റെപ്പ് 2, ഫൈൻഡ് ദ എക്സ് ആൻഡ് വൈ ഇന്റർസെപ്റ്റ്സ് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എക്സ് ആൻഡ് വൈ ഇന്റർസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ വൈ ഇന്റർസെപ്റ്റ് എന്താണെന്നുള്ളതും വൈ ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സ് ഇന്റർസെപ്റ്റ് എന്താണെന്നുള്ളതും ഫൈൻഡ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഡിറ്റർമിൻ വെദർ ദർ ഈസ് സിമെട്രി അബൌട്ട് ദ വൈ ആക്സിസ് ഓർ ഒറിജിൻ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ വൈ ആക്സിസിന്റെ അപ്പുറത്തും ഇപ്പുറത്തും അതിന് സെയിം ഷേപ്പാണോ, എക്സ് ആക്സിസിന്റെ മുകളിലും താഴെ അതിന് സെയിം ഷേപ്പാണോ, ഒറിജിന്റെ ഓരോ ക്വാഡ്രന്റുകൾ വെച്ച് നോക്കുമ്പോഴേക്ക് അതിന് സെയിം ഷേപ്പാണോ, ഫസ്റ്റ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും സെയിം ഷേപ്പാണോ, സെക്കൻഡ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലും സെയിം ഷേപ്പാണോ, അതൊക്കെയാണ് നമുക്ക് സിമെട്രി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഇപ്പോൾ എക്സ് ആക്സിസിൽ സിമെട്രിക് ആണോ എന്ന് വെച്ചാൽ എക്സ് ആക്സിസിന്റെ മുകളിലും താഴെയും സെയിം ഷേപ്പ് വരണം. അപ്പം അതൊക്കെയാണ് സിമെട്രി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എൻഡ് ബിഹേവിയർ ആണ്. അപ്പോൾ ഡിറ്റർമിൻ ദ എൻഡ് ബിഹേവിയർ ഓഫ് ദ ഗ്രാഫ് ബൈ കമ്പ്യൂട്ടിംഗ് ദ ലിമിറ്റ്സ് ഓഫ് എഫ് ഓഫ് എക്സ് ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആൻഡ് ആസ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി. അടുത്തത് നമ്മൾ ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആൻഡ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എവിടേക്ക് പോകുന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ഫൈനൈറ്റ് വാല്യൂ എല്ലായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കറിയാം അത് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടിന്റെ ഡെഫിനേഷനാണ് അല്ലേ. വൈ ഈക്വൽ ടു എൽ ഒരു ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അടുത്തത്, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 0. ദ ഗ്രാഫ് ഹാസ് എ വെർട്ടിക്കൽ asymptote at each value. Also find the horizontal asymptote if any. അതായത് ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവാന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ അസിംപ്റ്റോട്ട്സ്, വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഫൈൻഡ് ചെയ്യുന്ന പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടെ വരും. അപ്പം ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്, ഹൊറിസോണ്ടൽ നമുക്കറിയാലോ. വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്, ആ ഫംഗ്ഷൻ എവിടെയാണ് അൺഡിഫൈൻഡ് ആവുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതായത് റാഷണൽ ഇതുള്ള ഫംഗ്ഷൻ ആണ് എങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ എപ്പോഴാണ് 0 ആവുന്നതെന്ന് ചെക്ക് ചെയ്യുക. ആ പോയിന്റിലാണ് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളത്. എന്നിട്ട് ആ ലിമിറ്റ് ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് അത് ഡിനോമിനേറ്റർ 0 ആവുന്നത് അല്ലെങ്കിൽ അൺഡിഫൈൻഡ് ആവുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസും ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചാലും മതി. രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടെണ്ണവും കണ്ടുപിടിക്കുക. അതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ കിട്ടണം. കിട്ടിക്കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു എ ഒരു വെർട്ടിക്കൽ അസിംപ്റ്റോട്ടാണെന്ന് പറയാം. അപ്പോൾ അതാണ് ഈ ഡിനോമിനേറ്റർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ്. അപ്പോൾ വെർട്ടിക്കൽ അസിംപ്റ്റോട്ടും ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടും ഫൈൻഡ് ചെയ്യാനാണ് അടുത്തത്. ഓൾറെഡി സ്റ്റെപ്പ് 4 നമ്മൾ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഫൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഫൈൻഡ് ചെയ്യാം. അടുത്തത് ഇൻക്രീസിങ് ഡിക്രീസിങ് ആണ്. ഫംഗ്ഷന്റെ ഇൻക്രീസിങ് ഡിക്രീസിങ് അറിയാനായിട്ട് ഫൈൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ആൻഡ് സ്കെച്ച് ദ സൈൻ ഡയഗ്രാം ഓഫ് എഫ് ഡാഷ്. സൈൻ ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഓൾറെഡി വരച്ചിട്ടുള്ളതാണ്. ഇൻക്രീസിങ് ഡിക്രീസിങ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ എക്സ് ആക്സിസിനെ
പാർട്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ക്രിട്ടിക്കൽ പോയിന്റ്സ് വെച്ചിട്ട് പാർട്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഇന്റർവെല്ലിലും ഓരോ സബ് ഇന്റർവെല്ലിലും ചെറിയ ചെറിയ പീസിലും ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ, ഫംഗ്ഷന്റെ എഫ് ഡാഷിന്റെ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുന്നത് ഓർമ്മയില്ലേ? ആ സൈൻ ഡയഗ്രാം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ പോസിറ്റീവ് ആണോ, എഫ് ഡാഷിന്റെ ചിഹ്നം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഓരോ പോയിന്റ് എടുത്ത് ഓരോ ഇന്റർവെല്ലിൽ നിന്നും ഓരോ പോയിന്റ് എടുത്ത് നമ്മൾ എഫ് ഡാഷിന്റെ സൈൻ ചെക്ക് ചെയ്യും. അതാണ് സൈൻ ഡയഗ്രാം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ സൈൻ ഡയഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് അത് നോക്കിയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്താൽ മതി അല്ലേ? ഓക്കെ, അടുത്തത് സ്റ്റെപ്പ് 7 ആണ്. അവിടെ നമ്മൾ ഫൈൻഡ് ദ റിലേറ്റീവ് എക്സ്ട്രീമ ഓഫ് എഫ്. അപ്പോൾ ഓരോ ഫംഗ്ഷനിലും നമുക്ക് ഓരോ സബ് ഇന്റർവെല്ലിലും നമുക്ക് ഇൻക്രീസിങ് ഡിക്രീസിങ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സൈൻ ചേഞ്ച് വരുമ്പോൾ അവിടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ചേഞ്ച് ആവുകയോ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ചേഞ്ച് ആവുകയോ ചെയ്യുമ്പോൾ അവിടെ ഒരു ലോക്കൽ മാക്സിമോ ലോക്കൽ മിനിമോ ഒക്കെ എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ആ പോയിന്റ്സ് എല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ വരുന്ന ലോക്കൽ എക്സ്ട്രീമാസ്, മാക്സിമം ആണെങ്കിൽ മാക്സിമം, മിനിമം ആണെങ്കിൽ മിനിമം, അത് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് കോൺകേവിറ്റി ആണ്. അനലൈസ് ദ സൈൻ ഡയഗ്രാം ഓഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ടു ഡിറ്റർമിൻ ദ ഇന്റർവെൽസ് വേർ എഫ് ഓഫ് എക്സ് ഈസ് കോൺകേവ് അപ്പ് ആൻഡ് കോൺകേവ് ഡൗൺ. ഇനി നമ്മൾ ഓൾറെഡി നമ്മളൊരു സൈൻ ഡയഗ്രാം വരച്ചിട്ടില്ലേ, അതിൽ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻസും കൂടി കണ്ടുപിടിച്ചിട്ട് കൂട്ടിച്ചേർക്കണം. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനും കൂടി ഒന്ന് കണ്ടുപിടിക്കാം. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ, അപ്പം അത് വേറൊരു ഡയഗ്രാമായിട്ട് വരച്ചാലും മതി, എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയാൽ മതി. ഒരു സൈൻ ഡയഗ്രാം വേറെ വരച്ചോളൂ. അപ്പോൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കണ്ടുപിടിച്ചിട്ട് ഇവിടെ നമ്മൾ ചെയ്തില്ലേ, എഫ് ഡാഷിന്റെ സൈൻ ചെക്ക് ചെയ്തില്ലേ, അതുപോലെ ക്രിട്ടിക്കൽ പോയിന്റ്സ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് എഫ് ഡാഷിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ സൈൻ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്തു. അതുപോലെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കണ്ടുപിടിച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സബ് ഇന്റർവെല്ലിലും എഫ് ഡബിൾ ഡാഷിന്റെ സൈൻ ചെക്ക് ചെയ്യുക. സെയിം തന്നെ ചെയ്താൽ മതി. ഓരോ ഇന്റർവെല്ലിൽ നിന്നും ഓരോ പോയിന്റ് വീതം പിക്ക് ചെയ്തെടുത്തിട്ട് അതിന്റെ സൈൻ എന്താന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ അവിടെ ആ സൈൻ ചെക്ക് ചെയ്യുക. എന്നിട്ട് അത് കോൺകേവ് അപ്പ് ആണോ കോൺകേവ് ഡൗൺ ആണോ എന്നുള്ളത് അത് നോക്കിയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്, കോൺകേവിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളത്. സ്റ്റെപ്പ് 9 ഫൈൻഡ് ദ ഇൻഫ്ലക്ഷൻ പോയിന്റ്സ് ഓഫ് എഫ്. ഇൻഫ്ലക്ഷൻ ഇതായിരുന്നു സ്റ്റെപ്പ് 8 ആയിട്ടിരിക്കേണ്ടത്. ഇത് സ്റ്റെപ്പ് 9 ആണ് ആവേണ്ടിയിരുന്നത്. തിരിഞ്ഞു പോയതാന്ന് തോന്നുന്നുണ്ട്. ആദ്യം ഇൻഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ടി വരും, എന്നിട്ടാണ് സൈൻ ഡയഗ്രാം വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് സ്റ്റെപ്പ് 8ഉം ഇത് സ്റ്റെപ്പ് 9ഉം ആണ് കേട്ടോ. അത് അങ്ങോട്ട് ഒന്ന് മാറ്റി എഴുതിക്കോളൂ നോട്ട് എഴുതുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് 10 കൺക്ലൂഷൻ ഓഫ് ദ ഗ്രാഫ്, സ്കെച്ച് ദ ഗ്രാഫ്. ഗ്രാഫ് സ്കെച്ച് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് 1. ഇതാണ് പ്രോബ്ലം. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഡൊമൈൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് അല്ലേ? പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എപ്പോഴും -∞ ആയിരിക്കും. മൊത്തം എക്സ് ആക്സിസ് അതിൻ്റെ ഡൊമൈൻ ആയിരിക്കും. അപ്പോൾ അതെപ്പോഴും ഒന്ന് ഓർത്ത് വയ്ക്കുക. അങ്ങനെ ഇല്ലാത്ത പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ -∞ അതിൻ്റെ ഡൊമൈനായിട്ട് നിങ്ങൾ എടുക്കുക. അടുത്തത് സ്റ്റെപ്പ് 2 എക്സ് ആൻഡ് വൈ ഇന്റർസെപ്റ്റേഴ്സ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ x = 0 എന്നുള്ളത് കൊടുക്കുക. x = 0 എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും എന്ന് നോക്കുക. അപ്പോൾ എത്രയാണ് വന്നേ? 1 ആണ് വന്നത്. ഓക്കെ, അപ്പോൾ x = 0 എന്ന് കൊടുക്കുമ്പോൾ y = 1 കിട്ടും. ഓക്കെ, അപ്പോൾ സിൻസ് ദ ക്യൂബിക് ഇക്വേഷൻ ഇസ് നോട്ട് റെഡിലി സോൾവ്ഡ് വി വിൽ നോട്ട് അറ്റംപ്റ്റ് ടു ഫൈൻഡ് ദ എക്സ് ഇന്റർസെപ്റ്റ്. ഏതെങ്കിലും ഒരെണ്ണെങ്കിലും കണ്ടുപിടിച്ചാൽ മതി. ഇനിയിപ്പോൾ y = 0 എന്ന് കൊടുത്താൽ പിന്നെ ഈ ക്യൂബിക് ഇക്വേഷനെ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒന്നെങ്കിലും എളുപ്പത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചാൽ മതി. അതുകൊണ്ട് ഇത് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആ അറ്റംപ്റ്റിന് മുതിരുന്നില്ല എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്നെങ്കിലും കിട്ടിയല്ലോ, തൽക്കാലം അത് മതി, അതിരിക്കട്ടെ. ഏതെങ്കിലും ഒരു ഇന്റർസെപ്റ്റെങ്കിലും ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് സിമെട്രി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. സിമെട്രി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സിൻ്റെ പ്ലേസിൽ -x എന്നുള്ളത് ഇട്ട് കൊടുത്തു നോക്കി. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ -x എന്നുള്ളത് കൊടുത്തപ്പോൾ സെയിം ഇക്വേഷൻ അല്ല നമുക്ക് കിട്ടിക്കണത്. കണ്ട, ഇവിടെ ഒരു മൈനസൊക്കെ എക്സ്ട്രാ വന്നു, ഇവിടെയൊക്കെ വ്യത്യാസം വന്നു. അപ്പോൾ സെയിം ഇക്വേഷൻ അല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് -f(x) ചെക്ക് ചെയ്ത് നോക്കി. ഇതൊരു മൈനസ് പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ -f(x) ഇത് ഈക്വൽ അല്ല അല്ലെ? അല്ല, -f(x) ഇത് ഈക്വൽ അല്ല. ഇതല്ലേ വരുന്നത്? -f(x) ഈക്വൽ ആണോ? ആണല്ലോ. -f(x) ഈക്വൽ അല്ലേ? അല്ല, -f(x) ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്ലസ് വരേണ്ടതായിരുന്നു.
അപ്പോൾ ഇത് ഈ എഫ് ഓഫ് മൈനസ് എക്സ് കണ്ടുപിടിച്ചപ്പോൾ അത് എഫ് ഓഫ് എക്സിനോട് ഈക്വൽ അല്ല, മൈനസ് എഫ് ഓഫ് എക്സിനോട് ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ ഇത് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് എന്നും പറയാൻ പറ്റില്ല, സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ദ ഒറിജിൻ എന്നും പറയാനായിട്ട് പറ്റില്ല. രണ്ടും പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇത് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സിനോ എഫ് ഓഫ് എക്സിനോ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാമായിരുന്നു. ഇതൊന്നും പറയാനായിട്ട് പറ്റില്ല. അടുത്തത് ഇതിൻ്റെ എൻഡ് ബിഹേവിയർ കണ്ടെത്താന്നുള്ളതാണ്. അതായത് ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റീസ് കണ്ടെത്താന്നുള്ളതാണ്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സും രണ്ടും കണ്ടെത്താം. അപ്പോൾ രണ്ടും കണ്ടെത്താനായിട്ട് നമുക്ക് ഇതിൽ ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ കൊടുത്താൽ നമുക്കറിയാം. നോക്കി ഇവിടെ ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ടേം ഇൻഫിനിറ്റി ആയി പോകും. പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേ. അതുപോലെ മൈനസ് ഇൻഫിനിറ്റി കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ നമുക്ക് മൈനസ് ഇൻഫിനിറ്റി കിട്ടും, ഇവിടെ നമുക്ക് മൈനസ് ഇൻഫിനിറ്റി കിട്ടും. അതിനോട് +1 ചെയ്താലും അത് മൈനസ് ഇൻഫിനിറ്റി തന്നെയായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റിയും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റിയുമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതാണ് രണ്ട് എൻഡ് ബിഹേവിയേഴ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഹൊറിസോണ്ടൽ അസിംപ്ടോട്ടിൻ്റെ കാര്യം ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റില്ല. കണ്ടോ, ഈ വാല്യൂവിൽ നമുക്ക് ഇവിടെ ഒരു ഫൈനൈറ്റ് വാല്യൂ എൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടിയാൽ മാത്രമാണ് നമുക്കത് എന്താണ് ഹൊറിസോണ്ടൽ അസിംപ്ടോട്ട് ഉണ്ട് എന്നുള്ളത് അവിടെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ അസിംപ്ടോട്ടിൻ്റെ കാര്യം നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. പിന്നെ അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ ഫുൾ അസിംപ്ടോട്ട്സ് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇനി ഹൊറിസോണ്ടൽ അസിംപ്ടോട്ട് ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റെപ്പ് 4 തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അതവിടെ ഇല്ല എന്നുള്ളത് എഴുതി വെക്കാം. ഇനി ഇത് വെർട്ടിക്കൽ അസിംപ്ടോട്ട് ഉണ്ടോ എന്നുള്ളതാണ്. വെർട്ടിക്കൽ അസിംപ്ടോട്ട് ഉണ്ടാവണമെങ്കിൽ ഇതിൻ്റെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഇത് അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ്സ് വേണം. ഇത് എവിടെ അൺഡിഫൈൻഡ് ആവില്ല. ത്രൂ ഔട്ട് മൈനസ് ഇൻഫിനിറ്റിയിൽ ഇത് ഡിഫൈൻഡ് ആണ്. എല്ലാ പോയിന്റിലും ഇത് ഡിഫൈൻഡ് ആണ് അല്ലേ. ഇത് അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ്സ് ഒന്നുമില്ല. അപ്പോൾ ബിക്കോസ് എഫ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ വി സീ ദാറ്റ് ദ ഗ്രാഫ് ഓഫ് എഫ് ഹാസ് നോ വെർട്ടിക്കൽ അസിംപ്ടോട്ട്. അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ്സ് ഇല്ലാത്തതുകൊണ്ട് അവിടെ വെർട്ടിക്കൽ അസിംപ്ടോട്ട് ഉണ്ടാവില്ല. അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ വെർട്ടിക്കൽ അസിംപ്ടോട്ട് ഉണ്ടാവുള്ളൂ. ഒന്നാമത്തേത് റാഷണൽ ഫംഗ്ഷൻ അല്ല, അതുകൊണ്ട് ഡിനോമിനേറ്റർ ഇല്ല. അപ്പോൾ പിന്നെ ഡിനോമിനേറ്റർ 0 ആകുന്ന പോയിന്റും കിട്ടില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ അവിടെ വെർട്ടിക്കൽ അസിംപ്ടോട്ടും ഇല്ല, ഹൊറിസോണ്ടൽ അസിംപ്ടോട്ടും ഇല്ല. ഇനി അടുത്തത് നമുക്ക് ഇൻക്രീസിങ് ഡിക്രീസിങ് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം അതിന് എഫ് ഡാഷ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഇതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. 3 × x × x - 2 എന്ന് എഴുതിയാൽ ഇത് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ആ പോയിന്റ്സ് വേഗം നമുക്ക് കിട്ടും. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാനായിട്ട് ഇത് എവിടെ അൺഡിഫൈൻഡ് ആവില്ല. എഫ് ഡാഷ് ഓഫ് എക്സ് എവിടെ അൺഡിഫൈൻഡ് ആവില്ല. അപ്പം പിന്നെ എന്താ, ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് മാത്രം ചെക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ്സ് ഇതിന് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ 2 പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടുക. ഒന്ന് x = 0യും ഒന്ന് x = 2ഉം. ഇതാണ് 2 ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടുക. ഓക്കെ, എല്ലാം ചെക്ക് ചെയ്യണം കേട്ടോ. അൺഡിഫൈൻഡ് ആവുന്ന പോയിന്റ്സ് ഉണ്ടോ, എൻഡ് പോയിന്റ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കണം. ഇവിടെ പിന്നെ എൻഡ് പോയിന്റ്സ് മൈനസ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് അത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ് 2 ക്രിട്ടിക്കൽ പോയിന്റ്സ് വരുന്നത്. ഇനി നമുക്ക് ഈ ഞാൻ പറഞ്ഞില്ല, ഇനി നിങ്ങൾ വരയ്ക്കേണ്ടത് ഈ സൈൻ ഡയഗ്രാണ്. ഓക്കെ, ഈ സൈൻ ഡയഗ്രാം വരയ്ക്കാം. എന്നിട്ട് ഇതിൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. നമ്മൾ എന്തായാലും ഒറിജിൻ വരയ്ക്കുമല്ലോ, 0 എന്നുള്ളത് വരയ്ക്കുമല്ലോ. അപ്പോൾ എന്തായാലും 0 ഒന്ന് മാർക്ക് ചെയ്യുക. x = 0 ക്രിട്ടിക്കൽ പോയിന്റ് ആണല്ലേ, അപ്പോൾ 0 മാർക്ക് ചെയ്യുക. ഇതൊരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. പിന്നെ 2 മാർക്ക് ചെയ്യുക. 1 ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്തോളണമെന്ന് നിർബന്ധമില്ല കേട്ടോ. 1 ഇവിടെ മാർക്ക് ചെയ്യേണ്ട കേട്ടോ. അത് ഇവർ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് 1 ഇവിടെ മാർക്ക് ചെയ്യേണ്ട. നിങ്ങൾ ആ ക്രിട്ടിക്കൽ പോയിന്റ്സ് മാത്രം മാർക്ക് ചെയ്താൽ മതി. 0യും 2ഉം മാത്രം മാർക്ക് ചെയ്യുക. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും 1 ഉണ്ടാവും, മിഡിലായിട്ട് 1 ഉണ്ടാവും. പക്ഷെ നിങ്ങളത് മാർക്ക് ചെയ്യേണ്ട. മാർക്ക് ചെയ്യുമ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് മാത്രം മാർക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ ഈ ഓരോ ഇൻ്റർവെല്ലിലും എഫ് ഡാഷിൻ്റെ സൈൻ ചെക്ക് ചെയ്യും. അപ്പോൾ ഏതൊക്കെ ഇൻ്റർവെൽസ് വരിക? -∞ മുതൽ 0 വരെ, 0 മുതൽ 2 വരെ, 2 മുതൽ ഇൻഫിനിറ്റി വരെ. ഈ 3 ഇൻ്റർവെല്ലിലും നമ്മൾ എഫ് ഡാഷിൻ്റെ സൈൻ, ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ സൈൻ ചെക്ക് ചെയ്യണം. അപ്പോൾ അത് നോക്കി ഇവിടെ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി പോയിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ സ്റ്റെപ്പ് ഒന്നും ചെയ്യേണ്ട എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സമയം കഴിയാറായിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ അടുത്ത ക്ലാസ്സായിട്ട് ഞാൻ ഇടാം കേട്ടോ.